അത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ്. കോടതിക്ക് അത് അടുത്ത വാദത്തിന്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. എന്റെ അഭിഭാഷകൻ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് കൈരളി ന്യൂസിൽ അടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ്. അതെങ്ങനെയാണ്? ഞാൻ ആ നോട്ടീസിന്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ നോട്ടീസിന്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി അദ്ദേഹത്തിന് എനിക്കെതിരെ കേസ് കൊടുത്തേക്കണത് എന്താ? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. കാരണം അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത്. എന്റെ അഫിഡവിറ്റ് ഉണ്ട്. എന്റെ അഫിഡവിറ്റിലും ഞാൻ അതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ എങ്ങനെ വാദത്തിൽ നിന്ന് എന്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്? എന്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ ദിവസം സതീശൻ മലക്കം പറഞ്ഞു. എങ്ങനെ മലക്കം പറയാണ്? കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ്. ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ്. തെറ്റായ വാർത്ത കൊടുത്തത് സതീശൻ മലക്കം പറഞ്ഞു. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പൊ തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയിക്കാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. ഞാൻ അഭിഭാഷകനല്ലേ, എനിക്കറിയില്ലേ? അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം. ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളാണ്. കൈരളി എന്തും പറയും, എന്തു വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിന്നെ നിങ്ങളിപ്പോ അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നുമല്ല. ചെല്ലി പറഞ്ഞോ. ഇത് പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത്. കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു പറയും. എന്ത് വൃത്തികേടും പറയും. അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് എത്താൻ കഴിയായിരുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ല, അന്ന് അദ്ദേഹം ഷേഡി ക്യാരക്ടർ അല്ലല്ലോ, അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ മറു ചോദ്യമാണ്. നിങ്ങൾ പറയണത് ശരിയാണെങ്കിൽ അങ്ങനെയാണ് ഒരു ഷേഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്തത്? അല്ലല്ല, അറിയില്ലല്ലോ. അല്ലല്ല, ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറഞ്ഞു. അന്ന് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ആണെന്ന് ആർക്കും അറിയില്ല. നമുക്കാർക്കും അറിയില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് പോലും, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഒരാൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പടം എടുക്കില്ല. അദ്ദേഹം ഒരു കാരണവശാലും പടം എടുക്കില്ല. അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം? ആ ചോദ്യത്തിന് പ്രസക്തി.